ഈ ആഴ്ചയുടെ സമാപന ദിവസമായ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോകുന്നു, കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു. ഇന്നലകളെ ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം പോകുന്നതല്ലാതെ പ്രയോജനമില്ല. ഇന്നലകൾ നമ്മുടെ തലച്ചോറിലാണ്, തലയിലാണ്. എന്നാൽ നാളുകൾ നമ്മുടെ കൈകളിലാണ്. ഇന്നലകൾ നമ്മുടെ തലയിലും നാളുകൾ നമ്മുടെ കയ്യിലാണ്. നാം എന്തു ചെയ്യുന്നുവോ അതാണ് നമ്മുടെ ഭാവി. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, രാപ്പകൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ നീ തൊടുന്നതെല്ലാം ജയമായി മാറും. ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന ഇലവാടാത്ത പച്ചയായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ തൊടുന്നതെല്ലാം സാധിക്കും. അതുകൊണ്ട് ഇന്നലകളെ കുറിച്ച് ഓർത്ത് തലച്ചോറിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാതെ നാളുകൾക്ക് വേണ്ടി കൈകളെ തുറന്ന് നാം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഹാർഡ് വർക്ക് ചെയ്യുക, നാളുകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. എല്ലാ പരാജയങ്ങളെയും എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. അനേക പരാജയങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് വെക്കുക. 100 വട്ടം പരാജയപ്പെടട്ടെ, അതെല്ലാം അനുഭവ സമ്പത്തായി, ജ്ഞാനമായി, വിവേകമായി ദൈവം മാറ്റും. തോറ്റുകൊടുക്കരുത്. ഒരിക്കലും മനസ്സും എടുത്തു പോകരുത്. വലിയ ഭാവി, വലിയ അനുഗ്രഹങ്ങൾ ഇനി കാണാൻ പോകുന്നേയുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയായി. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയായി. വിശുദ്ധനായിടുവാൻ തിരുതേജസ്സാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നയിച്ചിടുക എന്തുമെന്നും. വിശുദ്ധനായിടുവാൻ തിരുതേജസ്സാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നയിച്ചിടുക എന്തുമെന്നും. ലോകം കാണും
സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ നോക്കുന്നത് ഇന്ന് 2-ാം അധ്യായത്തിന്റെ 42. ആ വാക്യം ഇങ്ങനെയാണ്: അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 3000 പേര് സ്നാനപ്പെട്ടു. അവര് പിന്നീട് ഒന്നാമത് ചെയ്തത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഏത് ഉപദേശം കേൾക്കണം? അപ്പോസ്തോലിക ഉപദേശം കേൾക്കണം. അപ്പോസ്തലന്മാർ ഉപദേശിക്കാത്ത ഓരോ ഉപദേശത്തിലേക്കും ആരും പോകരുത്. എല്ലാം കൃപയാലാണ്, എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളുണ്ട്. പല തരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. യഹോവയാണ് ദൈവം, യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളുണ്ട്. ഇങ്ങനെ യേശുവിൻ്റെ പേരിൽ തന്നെ പല സൈസ് പഠിപ്പിക്കലുമുണ്ട്. യേശു കർത്താവ് വന്നു പോയി, രണ്ടാമത് യേശു വന്നു, ഇനി സ്വർഗം ഭൂമിയിലാണ് എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുണ്ട്. ഈ പഠിപ്പിക്കലുകളുടെ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പോയി പെട്ടാൽ ആ മനുഷ്യൻ്റെ സ്ഥിതി മുമ്പിലത്തേക്കാൾ കഷ്ടം എന്ന് വായിക്കുന്നു. ഞാൻ എൻ്റെ 23-ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു പഠിപ്പിക്കലിൽ പോയി ചാടിയിട്ടുണ്ട്. അതായത് M.A. വർഗീസ് പാസ്റ്ററിൻ്റെ ബാംഗ്ലൂരുള്ള ബദേലേജി ചർച്ചിലെ നല്ല അപ്പോസ്തോലിക ഉപദേശത്തിൽ വളർന്ന ഞാൻ നേരെ ഒരിക്കൽ ഒരു പ്രാർത്ഥനയ്ക്ക്, എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് പോകണം ഞായറാഴ്ച. അങ്ങനെ കേരളത്തിൽ വന്നപ്പോൾ ഒരു സഭയിൽ എന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുടുംബം കൊണ്ടുപോയതാണ്. അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എൻ്റെ പാസ്റ്റർ പഠിപ്പിച്ച ഉപദേശവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല, നമുക്കൊരു അസ്വസ്ഥതയാണ്. മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഇറങ്ങി ഓടി. നമുക്കറിയാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ ഇരിക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഈ രക്ഷിക്കപ്പെട്ടവർക്കുണ്ടായ ഭാഗ്യം, അവർ കേട്ടത് അപ്പോസ്തലന്മാർ, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുടെ ഉപദേശം അവർ കേട്ടു. ഉപദേശം കേൾക്കണം. സഭയിൽ വന്ന് ദൈവവചനം കേൾക്കണം. ഏതുപദേശം കേൾക്കണം? അപ്പോസ്തോലിക ഉപദേശം കേൾക്കണം. എന്താണ് അപ്പോസ്തോലിന്റെ ഉപദേശം? ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും ചെയ്തത് അന്ത്യകാലത്ത് യേശു ക്രിസ്തു മുഖാന്തരം പൂർണ്ണതയിൽ വന്നു. ഇതാണ് അപ്പോസ്തോലിക ഉപദേശം. ദൈവം പണ്ട് ചെയ്തത്. അബ്രഹാമിന്റെ ചരിത്രം മാത്രം പറയുന്നതല്ല അപ്പോസ്തോലിക ഉപദേശം. യേശു ക്രിസ്തുവിലെല്ലാം നിവർത്തിയായി. അവനിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതാണ് അപ്പോസ്തോലിക ഉപദേശം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു പേരില്ല, യേശുവല്ലാതെ വേറെ ആരുമില്ല. അതാണ് അപ്പോസ്തോലിക ഉപദേശം. അവിശ്വാസികളുമായി ഇണയല്ല പിണ കൂടരുത്, അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല. അതാണ് അപ്പോസ്തോലിക ഉപദേശം. വേർപാടും വിശുദ്ധ ജീവിതവും, അതാണ് അപ്പോസ്തോലിക ഉപദേശം.
യേശുവിൻ്റെ സഭ മണവാട്ടിയാണ്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്തൊരു മണവാട്ടിയായി ഇവിടെ നിന്ന് പുറപ്പെടാനുള്ളതാണ്. കാഹളം ധ്വനിക്കുമ്പോൾ മണവാട്ടി സഭ ഇവിടെ നിന്ന് മധ്യാകാശത്തിലേക്ക്, മണിപ്പന്തലിലേക്ക് പറന്നു പോകുമെന്നുള്ള പാട്ടുപോലെ അപ്പോസ്തോലിക ഉപദേശം അത്രയും മനോഹരമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതമാണ് അപ്പോസ്തോലിക ഉപദേശം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നുമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് അപ്പോസ്തോലിക ഉപദേശം. അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ് അപ്പോസ്തോലിക ഉപദേശം. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കാലത്തുള്ള എല്ലാ കൃപകളും വരങ്ങളും സകല ജഡത്തിന്റെ മേലും പകർന്ന് എല്ലാവർക്കും ഉള്ളതാണെന്ന് ഉറപ്പോടെ പറയുന്നതാണ് അപ്പോസ്തോലിക ഉപദേശം. അതിന് വിരോധമായി അന്യഭാഷ പൈശാചികമാണെന്നും ഇപ്പോൾ പറയുന്ന ഭാഷ ശരിയല്ലെന്നും അതിന് ചില വീണുപോയ ചിലരുടെ പേരുകൾ നിരത്തിയിട്ട് ഇവന്മാരൊക്കെ വീണുപോയത് കൃപയില്ലാഞ്ഞിട്ടാണെന്നും എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പലതും ഉള്ള കാലത്ത് അപ്പോസ്തോലിക ഉപദേശത്തെ നാം മനസ്സിലാക്കണം. ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു കുഞ്ഞ് പഠിക്കാൻ എവിടെയെങ്കിലും പോയാൽ, അല്ലെങ്കിൽ ഒരു കുടുംബം ജോലി കിട്ടി ഒരു വിദേശ രാജ്യത്ത് പോയാൽ അവരെന്നോട് ചോദിക്കും, പാസ്റ്റർ എവിടെ പോകണം? ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ ചർച്ച് പറയില്ല, അവിടുത്തെ ഏറ്റവും ചെറിയ സഭയും പറയില്ല. അപ്പോസ്തോലിക ഉപദേശമുള്ള, അന്യഭാഷയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, മാതൃകാ ജീവിതമുള്ള ദൈവദാസനും സഭയുമാണോ നിങ്ങൾക്ക് അവിടെ തുടരാം. എല്ലായിടത്തും പോയി നോക്ക്. നിങ്ങളുടെ മനസാക്ഷിയിൽ, നിങ്ങളുടെ മനസ്സിൽ അറിയാം ഇത് എനിക്ക് പറ്റിയതല്ല. ഒരു വീട് മോശമായാലും കുഴപ്പമില്ല, ഒരു സഭയെ ചെന്ന് നന്നാകാം. ഒരു സഭ മോശമാണെങ്കിൽ നല്ല വീടുകൾ വരെയും ചീത്തയാവും. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ഒരു സഭ അപ്പോസ്തോലിക ഉപദേശത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിലല്ലെങ്കിൽ ചെന്ന് വെറുതെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു ചർച്ചിനെ കിട്ടി, ഞങ്ങൾക്ക് ദൂരെ പോകാൻ മടിയായതുകൊണ്ട് 5 മിനിറ്റ് യാത്ര ചെയ്താലൊരു അവിടെ പാർക്കിംഗ് ഉണ്ട്, എല്ലാവരും നോക്കുന്ന പാർക്കിംഗ് ഉണ്ടോ, പിന്നെ അവിടെ സൗകര്യങ്ങളുണ്ടോ എന്നാ നോക്കുന്നത്. എന്നാൽ ഒരു അപ്പോസ്തോലിക ഉപദേശത്തിൽ നിൽക്കുന്ന 10 പേരേ ഉള്ളെങ്കിലും നിങ്ങൾ അവിടെ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ 10 പേരുള്ള സഭ അപ്പോസ്തോലിക ഉപദേശമായതുകൊണ്ട് 10,000 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടപ്പോൾ ഒരു ദിവസം കൊണ്ട് 3000 ചരിത്രമുള്ളതുകൊണ്ട് നിങ്ങൾ ചെറിയ സഭ നോക്കരുത്, വലിയ സഭ നോക്കരുത്. അപ്പോസ്തോലിക ഉപദേശം, കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ള വ്യക്തി ആരാ? യേശുവിൻ്റെ ഉപദേശം. യേശുവിൻ്റെ ഉപദേശം തന്നെയാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. അതുകൊണ്ട് യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടും, എന്നോട് കേട്ട എല്ലാം നിങ്ങൾ പഠിപ്പിക്കുക, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്, എല്ലാവരും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുക, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോസ്തോലിക ഉപദേശത്തിൽ മുന്നോട്ട് പോകുന്നവരുടെ കൂടെ എപ്പോഴും കർത്താവ് ഉണ്ടാകും. കർത്താവുള്ള സഭയിൽ പോകണം, തൊട്ടടുത്ത സഭയിലല്ല പോകേണ്ടത്. ചിലരെന്നും വന്ന് വിളിക്കും, കാറ് വിട്ടുതരാം. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വന്നിരുന്ന എത്രയോ പേര് തൊട്ടപ്പുറത്തെ ചർച്ചുകളിലോട്ട് പോയി. കാരണം അവർ പറഞ്ഞു, വീട്ടിൽ വന്ന് വീടിന്റെ മുമ്പിൽ കാറ് വന്ന് നിന്നാ പിന്നെ ഇത് 2 വണ്ടി കയറി വരേണ്ട വല്ല ആവശ്യമുണ്ടോ? പ്രൈസ് ജനറേഷനിൽ വരേണ്ട ആവശ്യമുണ്ടോ? അപ്പുറത്ത് ചെന്നാൽ അവരുടെ വീട്ടുമുറ്റത്ത് കാറ് വരിക മാത്രമല്ല, ചർച്ചിലെ മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണമുണ്ട്. അതുമല്ല, ചെറിയ കൂട്ടമായതുകൊണ്ട് ആഴ്ചയിലെല്ലാം 1-2 പ്രാവശ്യം അവിടുത്തെ പാസ്റ്റർ അവിടെ ചെല്ലുകയും ചെയ്യും. ഞാനാണെങ്കിൽ എങ്ങനെ ചെല്ലാനാണ്? ചർച്ച് വലുതാകുമ്പോൾ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? എല്ലാ ആഴ്ചയും പോകാൻ പറ്റുമോ? അപ്പോൾ അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പാസ്റ്റർ എല്ലാ ആഴ്ചയും വരുന്നില്ലല്ലോ, നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ലല്ലോ. നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് അറിയാം,
അപ്പോസ്തോലിക ഉപദേശമുണ്ടോ? നിങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ട് 10 കിലോമീറ്റർ 25 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോയാലും 100 കിലോമീറ്റർ പോയാലും നിങ്ങൾ അവിടെയേ പോകാവൂ. ഞാൻ 1 വർഷത്തിനുള്ളിൽ കർത്താവിൻ്റെ വേലക്കിറങ്ങി. എന്താ കാര്യമെന്നറിയാം? ഞാൻ നാട്ടിൽ വന്നാലും സഭായോഗത്തിന് ഞാൻ കേരളത്തിൽ നിന്ന് വടക്കമ്പറൂരിൽ നിന്ന് ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി ഞാൻ ബാംഗ്ലൂരെത്തും. ഒരു സഭായോഗത്തിന് വേണ്ടി ഞാൻ വെളുപ്പിന് അവിടെ എത്തും. വേറൊരു സംസ്ഥാനം വരെ യാത്ര ചെയ്യണമെന്ന് ഓർക്കണം, ഒരു സഭായോഗത്തിന് വേണ്ടി. കാരണം നമ്മുടെ ഉള്ളിൽ നല്ല നിലത്ത് നല്ല വിത്ത് വീഴണം. അത് 100 മേനി വിളവുണ്ടാകും. മുള്ളും പറക്കാരെ ഇനി മുളക്കാൻ വിട്ടുകൊടുക്കരുത്. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ഏറ്റവും നല്ല ഉപദേശം കിട്ടണം. ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഉപദേശങ്ങൾ, ആ കാലത്ത് ഇറങ്ങിയ എല്ലാ അത്ഭുതങ്ങളും, ഇന്ത്യയിൽ അത്ഭുതങ്ങൾ ഇല്ലെങ്കിൽ പാസ്റ്റർ പോകുന്ന രാജ്യത്തുള്ള അത്ഭുതങ്ങളുടെ കാസറ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് ഞങ്ങളോട് പറയും, കാണ്. കാസറ്റ് നേരം വെളുക്കുന്നവരെ ഞങ്ങൾ മുട്ടിന്മേൽ നിന്ന് ഈ അത്ഭുതങ്ങൾ കാണുകയാണ്. ഇതെല്ലാം കണ്ട് അവിടെ നിന്ന് ബെഥേലേജി ചർച്ചിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് 1100ഓളം ശുശ്രൂഷകർ എഴുന്നേറ്റ് വന്നു. എന്താ കാര്യം? ഒരു നല്ല ചർച്ച് നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കും. പരിശുദ്ധാത്മാവുള്ള അപ്പോസ്തോലിക ഉപദേശമുള്ള ഒരു സഭയ്ക്കകത്ത് നിന്നാൽ മതി, നമുക്കൊരു ഭാവിയുണ്ട്. വിശ്വാസം കേട്ട് വളരണം. വഴക്കും കമ്മിറ്റി അടിയും പിന്നെ കുറ്റം പറച്ചിലും കുത്തിപ്രസംഗവും കേട്ട് നിങ്ങൾ വളരരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളും വളരരുത്. ചിലത് വേണ്ടെന്ന് വെക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. കർത്താവിൽ ആശ്രയിക്കണം. തൊട്ടടുത്തൊരു സഭയുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. മടിയന്മാർക്ക് എവിടെയും പോകാം. എന്നാൽ കാഴ്ചപ്പാട് വളരണമെന്ന് ആഗ്രഹമുള്ളവർ അവർ വില മുടക്കി അവരുടെ സഭയിൽ പോകും. എനിക്കറിയാം അങ്ങനെയുള്ളവരെ. എത്ര കിലോമീറ്റർ ആണെങ്കിലും അവർ വണ്ടിയിൽ അവിടെ പോകും. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി, അവള് വർഷങ്ങൾ ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേ പോകും. ആ ജില്ലയിൽ പല സഭകളുണ്ട്. അവള് പറഞ്ഞു, ഇല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട എൻ്റെ ചർച്ചിലേ പോകും. അതുകൊണ്ട് അവൾക്കൊരു നല്ല ഭാവി ഉണ്ടായി. ആ പെൺകുട്ടിയെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് ഏറ്റവും നല്ലൊരു ഭാവി ഉണ്ടായി. ആ പാസ്റ്ററിന്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും ആ സഭയുടെ അനുഗ്രഹവും അവളുടെ മേൽ വന്നു. അതുകൊണ്ട് അവൾക്ക് ഏറ്റവും നല്ലൊരു ഭാവി ഉണ്ടായി. ഒരു നല്ല ചർച്ചിൽ, പരിശുദ്ധാത്മാവ് ഒഴുകുന്ന ഒരു സഭയിൽ. അതൊരു ബെഥേസ്ത കുളം പോലെയാണ്. ദൂതൻ ഇറങ്ങി കുളം കലക്കിയതുപോലെ ആത്മാവിൽ ആരാധിച്ച് ഇളകുന്ന ഒരു സഭ. അതിനകത്ത് ആരിറങ്ങിയാലും സൗഖ്യമാണ്. ആ കുളത്തിൽ ഈ ഇളകി നിൽക്കുന്ന സമയത്ത് എത്ര വ്യാധി പിടിച്ചവനായാലും അവൻ സൗഖ്യമാണ്. അപ്പോസ്തോലിക ഉപദേശമുള്ള ഒരു സഭ, അപ്പോസ്തലന്മാരാൽ നയിക്കപ്പെടുന്ന ഒരു സഭ, പരിശുദ്ധാത്മാവിന്റെ മൂവുള്ള ഒരു സഭ, അവിടെ ആര് വന്നാലും വിടുതൽ പ്രാപിക്കും. അത് കർത്താവിന്റെ വചനമാണ്. പ്രൈസ് ജനറേഷൻ എന്ന ഈ കൂട്ടായ്മ അങ്ങനെയാണ് ആലപ്പുഴയിൽ ആരംഭിച്ചത്. എത്രയോ രോഗികൾ സൗഖ്യം, എത്രയോ ഭൂതങ്ങൾ വിട്ടുമാറി, എത്രയോ ബന്ധനങ്ങൾ അഴിഞ്ഞു, എത്രയോ തകർന്ന കുടുംബങ്ങൾ പണിയപ്പെട്ടു. ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ ഇതൊന്നും അപ്പോസ്തലിക ഉപദേശമല്ല, വെറും ഒരു ചർച്ചാണ്. പരിശുദ്ധാത്മാവില്ലാത്തതൊന്നും ദൈവരാജ്യത്തിൻ്റെതല്ല. യേശു പറയണം, ഞാൻ പരിശുദ്ധാത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. സത്യം. ദൈവരാജ്യം എവിടെയുണ്ട്? അപ്പോസ്തോലിക ഉപദേശം, പരിശുദ്ധാത്മാവിന്റെ മൂവുള്ള ഇടത്ത്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ പഠിക്കാൻ പോകുമ്പോൾ നല്ല സഭയിൽ പോകണം. എൻ്റെ ചർച്ചിൽ നിന്ന് ബാംഗ്ലൂർ പോയ കുഞ്ഞുങ്ങളെല്ലാം ബെഥേലേജി ചർച്ചിൽ വിട്ടു. UK പോയാൽ വിടുന്ന ചർച്ചുകളുണ്ട്, അമേരിക്കയിൽ പോയാൽ വിടുന്ന ചർച്ചുകളുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ വിടുന്ന സഭകളുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതം മാറി മറിയുന്നത് ഒരു സഭയിൽ നിന്നാണ്. ഒരു എൻകൗണ്ടർ മതി, ഒറ്റ എൻകൗണ്ടർ മതി. കൊർന്നല്യോസിന്റെ വീട്ടിലൊരു ദൂതൻ ഇറങ്ങിയതുപോലെ ഒരു എൻകൗണ്ടർ മതി ഒരു വ്യക്തിയുടെ കുടുംബം മാറി മറിയാൻ. കർത്താവ് അങ്ങനെയുള്ള കൂട്ടായ്മകൾ തരട്ടെ. അപ്പോസ്തോലിക ഉപദേശത്തിൽ വളരുവാൻ
യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് വളരുന്ന സഭകളിൽ നിറഞ്ഞു നിൽക്കാൻ നിങ്ങളെയും ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ ഉപദേശം ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൈമാറി ആ പിതാക്കന്മാരുടെ ഉപദേശം കൊണ്ട് നിറഞ്ഞ പുതിയ നിയമത്തിലെ വെളിപ്പാടിൽ നിറഞ്ഞു നിൽക്കുന്ന സഭകളിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ യാത്ര ചെയ്യട്ടെ. ഏത് രാജ്യത്ത് ചെന്നാലും ഒരബദ്ധത്തിൽ ഒരു സഭയിൽ പോയി ചാടാൻ, ഒരു ഉപദേശ പിശകുള്ള ഒരു കൂട്ടായ്മയിൽ പോയി പെട്ടുപോകാൻ ഇടയാകണം. അങ്ങനെ ആരെങ്കിലും പെട്ടുകിടപ്പുണ്ടെങ്കിൽ അവർ പുറത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. കർത്താവ് അത് ചെയ്യണം. ഒരു വലിയ അത്ഭുതം അവരിൽ നടക്കട്ടെ. അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനങ്ങൾ കേട്ടവർ പരിശുദ്ധാത്മാവിൽ ഒരു പുതിയ തുടക്കമുള്ളവരാകട്ടെ. ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കാനുള്ള കൃപയവർക്കുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്കുണ്ട്. വരണം, അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.